ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോവളത്ത് പോകുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് നമ്മൾ കോവളത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വണ്ടിയിലിരുന്നതിന് പൊതിച്ചോറ് കഴിക്കുവാണേ. നല്ല പൊതിച്ചോറായിരുന്നു. ക്യാബേജ് തോരനുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കൊഴുവ ഫ്രൈ ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും അടിപൊളി അതിനകത്ത്. പിന്നെ 2 പൊതിച്ചോറ് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിൽ കൊഴുവ ഫ്രൈ ഉണ്ടായിരുന്നു, മറ്റേതിൽ എനിക്കൊന്ന് ചെറിയ അയല വറുത്തതുണ്ടായിരുന്നു. കിട്ടുവിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ കിട്ടുവിന് കൊതി വന്നിട്ട് കിട്ടു എൻ്റെ കൂടെ കഴിക്കാൻ തുടങ്ങി. ചിലപ്പോൾ നമ്മളിങ്ങനെ പൊതിച്ചോറ് വാങ്ങിച്ചിരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ വീട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും കാണാറില്ലല്ലോ. പക്ഷേ ഇത് നല്ല പൊതിച്ചോറായിരുന്നേ. പിന്നെ ഞാനും കിട്ടും കൂടി ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ചോറിൻ്റെ അത്രയും കറിയൊന്നും ഇല്ലായിരുന്നേ. പകുതിയൊക്കെ ആയപ്പോഴേക്കും കറി തീർന്നു പോയി. പിന്നെ നമ്മൾ മറ്റേ പൊതിയിലെ കറിയും കുറച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചേ. പിന്നെ കണ്ണൂസും അപ്പനും കൂടിയിട്ട് അവർ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ഞങ്ങൾക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ പൊതിച്ചോറ് വാങ്ങിച്ചത്. ബിരിയാണി ചില സമയത്ത് നമുക്ക് മടുപ്പായിരിക്കും ട്രാവലിങ്ങിൽ കഴിക്കാൻ. നമ്മൾ അവിടെ ചെന്നിട്ട് കഴിക്കാനാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ ട്രാവലിങ്ങിൽ നമുക്ക് പൊതിച്ചോറൊക്കെയാണ് ഇഷ്ടം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതൽ അതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ കോവളം സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ദൂരം ഉള്ള സ്ഥലത്തോട്ട് വേണ്ട എന്നുള്ളായിരുന്നു. സ്റ്റേക്കേഷൻ പീസ്ഫുള്ളായിട്ട് എവിടെയെങ്കിലും എൻജോയ് ചെയ്യാം, അത് വിചാരിച്ചാണ് നമ്മൾ കോവളത്ത് പോകുന്നത്. പിന്നെ ട്രിവാൻഡ്രം എത്താറായി നമ്മൾ. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഗോകുലം റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ട് ടേർട്ടിൽ ആ ഒരു റിസോർട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്തതിനേക്കാളും അടിപൊളിയായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ ഉള്ള വ്യൂവും കാര്യങ്ങളുമൊക്കെ. നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് അത്ര തോന്നുന്നില്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പം നല്ല രസമാണ് കാണാൻ. ഞാൻ റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെല്ലുന്നപ്പോൾ തന്നെ അവർ നമ്മളെ വെൽക്കം ചെയ്ത രീതിയൊക്കെ നല്ലത്. അപ്പോൾ നമുക്ക് ഈ മാലയൊക്കെ ഇട്ട് നമ്മുടെ ആ ഒരു ബീച്ച് റിസോർട്ടല്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ അവർ മാലയൊക്കെ ഇട്ട് വന്ന് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ചന്ദനമൊക്കെ തൊടിയിച്ച് അങ്ങനെ അവർ വെൽക്കമിങ് ചെയ്തേ. പിന്നെ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് നമുക്ക് വലിയ പരിപാടി ഒന്നുമില്ല. വൈകിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. നാളെ നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം വന്നിട്ട്. നല്ലൊരു എസ്തെറ്റിക്സ് ഉള്ളൊരു റൂമായിരുന്നു നമ്മുടെ. നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഡുപ്ലെക്സ്, അപ്പോൾ നമുക്ക് മേളിലും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വിൻഡോ ആണ്, ഭയങ്കര അടിപൊളി വിൻഡോ ആണ്. വിൻഡോയിൽ നിന്ന് കാണുമ്പോഴേ നമുക്ക് കടൽ കാണാം. നല്ല വ്യൂ ആണ്. ഇത്രയും നല്ല അടിപൊളി വിൻഡോ സൈഡ് നമുക്ക് വേറെ ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരു പൊതിച്ചോറുടെ മിച്ചമുണ്ട്, അത് നമ്മൾ റൂമിൽ വന്നിട്ട് കഴിക്കുവാണ്. വെറുതെ കളയണ്ടല്ലെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ അത് കഴിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ വ്യൂ. സത്യം പറഞ്ഞാൽ നല്ല രസമാണ് അവിടെ വൈകിട്ട് ഇരിക്കാൻ. ആ വിൻഡോ സൈഡിൽ ഇരുന്നാൽ മാത്രം മതി, നമുക്ക് എല്ലാം കാണാം. ഇതിപ്പം കാക്കയൊക്കെ വന്ന് കുളിക്കുന്നതാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ റൂമിൽ നിന്ന് സ്വിമ്മിംഗ് പൂള് കാണാം. പ്രാവ് വരുന്നുണ്ട്, കാക്ക വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ചൂടുള്ള സമയമായിരുന്നല്ലോ. അപ്പം പിന്നെ
അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ, പാരഷൂട്ടും അതും ഇതൊക്കെ. നമ്മൾ അതിനൊന്നും കയറിയില്ല. സൺസെറ്റൊക്കെ നമ്മുടെ റൂമിൽ നിന്ന് കാണാൻ അടിപൊളിയാണ്. പിന്നെ വൈകിട്ട് നമുക്ക് ചായ പിന്നെ എന്തെങ്കിലും ഒരു കടി കാണും. അപ്പം കാക്കയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാക്ക ഉടനെ വരും. പിന്നെ അവർക്കൂടെ കുറച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ വൈകിട്ട് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് നടന്ന് പോകുന്ന ദൂരമുള്ളൂ ബീച്ചിലോട്ട്. അപ്പം നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ നടന്ന് പോയാൽ മതി. അപ്പം ബീച്ചിലോട്ട് എത്തും. കോവളം ബീച്ചാണിത്. ഞാൻ ആദ്യമായിട്ട് ഇത്രയധികം ആളുകൾ വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന ഒരു ബീച്ചിൽ. പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള വെളിയിലത്തെ കാര്യമല്ല, പറഞ്ഞാൽ കേരളത്തിൽ തന്നെ. നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് വന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റൂമിൻ്റെ മേൽഭാഗമാണ്. കണ്ണൂസ് എൻ്റെ ട്രൈപ്പോഡൊക്കെ എടുത്ത് വ്ളോഗ് ചെയ്യുവാണേ. എനിക്ക് താഴേക്കാളും ഇഷ്ടപ്പെട്ട മേൽഭാഗമാണ്. ഒരു ടേബിളും ചെയറും ഒക്കെ ഉണ്ട്, ബെഡുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത വിൻഡോ സൈഡിൽ തന്നെ. നല്ലൊരു സുഖമാണ്, നല്ല റിലാക്സേഷൻ. അവിടെ ഇരുന്ന് തന്നെ നമുക്കെല്ലാം ഇങ്ങനെ കാണാം. അപ്പം അത്യാവശ്യം ഇരുട്ടായി. രാത്രിയിലും നല്ല രസമാണ്, ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വിശേഷമൊക്കെ അടുത്ത വ്ളോഗിൽ കാണിക്കാം. അതുവരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ, ബൈ.